പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. വി ടോക്സ് പട്ടാമ്പി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി ടോക്സ് പട്ടാമ്പി മീഡിയ ഹീറോ ഓഫ് ദി ഡേ എന്ന ഈ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ എത്തിച്ചേരുന്നത് ആനക്കരയുടെ അനുഗ്രഹീത കലാകാരി സരോജിനി ആനക്കര. സരോജിനി ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിനൊന്ന് പരിചയപ്പെടുത്തും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ സരോജിനി. ഞാൻ പാലക്കാട് ജില്ലയിലെ ആനക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോളും അടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബം. ഭർത്താവ് എന്ത് ചെയ്യണു? ഭർത്താവ് നാടൻ പണി ചെയ്യുന്നു. നാടൻ വർക്ക് ചെയ്യുന്നു അല്ലേ? മോള് പഠിക്കണോ? മോള് പഠിപ്പ് കഴിഞ്ഞിരിക്കണ്, ലാബ് ടെക്നീഷ്യനാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിരിക്കുകയാണ്. ജോലിയൊന്നും കിട്ടിയിട്ടില്ല. എവിടെ കിട്ടിയിട്ടില്ല അല്ലേ? ചേച്ചിയുടെ ജോലി എന്തായിരുന്നു? എൻ്റെ ജോലി ഹരിത കർമ്മസേനയാണ്. അത് ശരി. ആദ്യം ഞാൻ ചെയ്തിരുന്നത് തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പിൽ നിന്ന് മാറിയിട്ടാണ് പിന്നെ ഹരിത കർമ്മസേന തുടങ്ങിയത്. 5 വർഷം ആവണ്. കലാപരമായുള്ള ഫീൽഡിലേക്ക് എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു കടന്നുവരവ്? കലാപരമായ പരിപാടിയിലേക്ക് എങ്ങനെ കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഞാനൊരു 5 എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു കുടുംബശ്രീയുടെ പരിപാടിക്ക് പാടിയതാണ്. അപ്പോൾ ആരോ അത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഫോണിലിട്ടപ്പോൾ നന്മ ഗ്രൂപ്പുകാർ അത് കാണാനിടയായി. നന്മ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ തൃത്താല ഉള്ളതാണ്. നമ്മളെ അച്ചുവേട്ടൻ ആനക്കര സമിതിയാണോ അത്? നന്മ എന്ന് പറഞ്ഞ സമിതിയാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ അച്ചുവേട്ടനും പിന്നെ ഹരിയേട്ടനാണ് എന്നെ ഇതിൽ ചേർത്തിയുള്ളത്. ഹരി കേപ്പൂരക്കൽ ചേർത്തി. പിന്നെ ഇതിന് ഫോമൊക്കെ കൊടുക്കാൻ പറഞ്ഞത് നമ്മളെ കൃഷ്ണേട്ടൻ, മാണിക്യ കൃഷ്ണൻ എന്ന് പറയും. അയാളാണ് ഇങ്ങനെ ആയ പോരാ, എനിക്ക് നല്ല ഒരു പാട്ടുകാരി ആവണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോവും ആധാറും ഒക്കെ കൊടുത്തു. മൂപ്പര് നന്മയിൽ കൊടുത്തു. നന്മയിൽ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ നന്മയിൽ പാടാം. അങ്ങനെയാണ് ഈ കലാരംഗത്തേക്കുള്ള കടന്നുവരവ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് കിടക്കാം അല്ലേ? എൻ്റെ കിബില എൻ്റെ കഴബ നിസ്കാരപ്പായ നനഞ്ഞ് പോതിർന്നല്ലോ നീ വരാതെ കുമ്പീട്ടൻ കണ്ണ് നനഞ്ഞല്ലോ സുബഹിക്ക് പാറുന്ന പൂവാലൻ പക്ഷിക്ക് സുബ്ഹാനെ സങ്കടം തോന്നുന്നുണ്ടെന്നോട് നിസ്കാര പായ നനഞ്ഞ് പോതിർന്നല്ലോ നീ വരാതെ കുമ്പീട്ടൻ കണ്ണ് നനഞ്ഞല്ലോ. ചേച്ചി പാട്ട് വളരെ മനോഹരമായിട്ട് കേട്ടോ പാടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളൊരു മാപ്പിള പാട്ടാണ് സെലക്ട് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഈ പാട്ട് ഇത് ആര് പാടിയതാണ് മുന്നേ, അല്ലെങ്കിൽ ചേച്ചി എഴുതിയതാണോ? അത് ഞാൻ എഴുതിയതൊന്നല്ല, ഇത് യൂട്യൂബിൽ ഓൾറെഡി ഉള്ളൊരു പാട്ടായിരുന്നു അല്ലേ? ഓക്കെ, വളരെ മനോഹരമായിട്ടുണ്ട്. ഞാൻ ചേച്ചി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടുകൾ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പാട്ടുകൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ടാവും? ഞാൻ പാട്ട് പറഞ്ഞ കുറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് ഞാൻ 3 എഴുതിയിട്ടുള്ളൂ അല്ലേ? ഏതൊക്കെയായിരുന്നു അത്? അതിപ്പോ ഒന്നെന്റെ മലവാരത്തമ്മ എന്നുള്ളത്, 1 ക്രിസ്തീയ പാട്ട്. ബാക്കി 2 പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. അത് റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആരെയും കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അതവിടെ. ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? പാട്ടിന്റെ ഫീൽഡിൽ പറഞ്ഞ എന്റെ നാട്ടുകാരും പിന്നെ എന്റെ കൂട്ടുകാരും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. എന്റെ ഗ്രൂപ്പും പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ ഭർത്താവുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളിന്റെ മാഷാണ്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഒരു പാട്ട് കൂടി കേട്ടാലോ? ആടാ. ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നിന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നിന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ. ദേവനു നൽകാം കയ്യിൽ
നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയതൊരേ നാണിച്ചു നിന്നവളെ ദേവനു നൽകാം കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയതൊരേ നാണിച്ചു നിന്നവളെ വന്നില്ല ചാരത്ത് നിന്നില്ല ദേവനിന്നെ ചെമ്പരത്തി പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ ചെമ്പരത്തി പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ നിന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ലേ. ചേച്ചി അടിപൊളിയുണ്ട് കേട്ടോ പാട്ട് പാടിയത്. ചെമ്പരത്തി പൂവേ ചൊല്ലുന്ന ഒരു പഴയൊരു സിനിമ പാട്ടിലേക്കാണല്ലേ കൊണ്ടുപോയത്. എന്തായാലും വളരെ മനോഹരമായിട്ട് കേട്ടോ പാടിയത്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഇനിയും സരോജിനി ചേച്ചിനെ തേടിയിട്ട് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.